ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഓണത്തിന് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ തയ്യാറാക്കാം. നാരങ്ങ കറി, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ. നാരങ്ങ കറി ഉണ്ടാക്കുന്നത് മാതള നാരങ്ങ കൊണ്ടാണ്. മാതള നാരങ്ങ അതാ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതേപോലെ അച്ചാറുണ്ടാക്കിയാൽ നല്ല കയ്പ്പായിരിക്കും. അതുകൊണ്ട് ഇത് ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇത് പുറത്തെടുത്ത് നല്ലപോലെ വെള്ളമെല്ലാം കളഞ്ഞ് വെള്ളമെല്ലാം തുടച്ചെടുത്ത് മുറിച്ചെടുക്കണം. അതല്ലെങ്കിൽ ഇതിൻ്റെ തൊലി നന്നായിട്ട് മുകളിലുള്ള തൊലിയെല്ലാം ചൊത്തി കളഞ്ഞിട്ട് എടുക്കണം. മുകളിലുള്ള തൊലി ചെത്തിക്കളഞ്ഞാലും കയ്പ്പ് അച്ചാറുണ്ടാക്കിയാൽ അങ്ങനെ കയ്പ്പുണ്ടാവില്ല. ഇതേപോലെ അച്ചാറുണ്ടാക്കിയാൽ നല്ല കയ്പ്പായിരിക്കും. ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ നന്നായി തിളച്ചതിന് ശേഷം എടുത്ത് വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ട് മുറിച്ചെടുക്കണം. ഇനി നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ നാരങ്ങ എടുത്ത് മുറിച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഉണ്ട പുളി, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, എത്ര നാരങ്ങ എടുക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് എരിവ് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാൻ പിരിയ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, എരിവില്ലാത്ത മുളക് പൊടി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അരപ്പ് നന്നായി വെന്ത് കിട്ടണം. മുളക് നല്ല പോലെ വെന്ത് കിട്ടണം. പുളിയും മുളകും കൂടെ നന്നായി വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കരയും ചേർത്ത് ഒന്ന് അരിഞ്ഞ് വരുമ്പം തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് കടുകിട്ട്, വറ്റൽമുളക്, കടുക്, കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ 2ആയിട്ട് കീറിയതാണ് വെളുത്തുള്ളി, ചതച്ചെടുത്തിട്ടില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് ഇതിനെ ഒന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും. ചുവന്ന കളറൊന്നും ആവണ്ട. നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് ഇതിലേക്ക് കായപ്പൊടി, ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി മുറിച്ച് വെച്ച നാരങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുറച്ച് സമയം ഇത് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. മുറിച്ച നാരങ്ങ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി വേവിച്ച് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ നാരങ്ങ കറി റെഡിയായി. നല്ല മണം. ഇനി മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് ബീറ്റ്റൂട്ടും കുറച്ച് വെളുത്തുള്ളിയും 5-6 ഈത്തപ്പഴവും 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഇതൊന്ന് കറക്കിയെടുക്കണം. ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് വിനാഗിരിയും. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. പുളിയില്ല മാങ്ങയാണെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നും കൂടെ കറക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് കുറച്ച് എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പരിപ്പാണ്, കടുകല്ല, കടുക് പരിപ്പ് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ചതച്ച് വെച്ച ഈത്തപ്പഴവും ചേർത്ത് കൊടുത്ത് ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ആറി വരണം. വെള്ളം ഒന്ന് ആറി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് മാങ്ങയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ മാങ്ങ അച്ചാർ റെഡിയായി. ഇനി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ 4-5 നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ
കയ്പില്ലാതെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആവി ചെമ്പിൽ വെച്ചിട്ട് നാരങ്ങ ഒന്ന് ആവി കയറ്റി എടുത്താൽ നാരങ്ങ അച്ചാർ കയ്പില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. നാരങ്ങ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് ഈത്തപ്പഴം, ബീറ്റ്റൂട്ടും പച്ചമുളകും വെളുത്തുള്ളിയും ഈത്തപ്പഴവും കൂടെ ഒന്ന് കറക്കിയെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എള്ളെണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടിയും ചേർത്ത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3-4 നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മിക്സി ജാറിൽ കറക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കറക്കി വെച്ച ഈത്തപ്പഴവും ബീറ്റ്റൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വെള്ളം ആറി വരുമ്പോൾ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വരുന്ന പാകത്തിൽ ഈ ഒരു പാകത്തിൽ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കണം. മുറിച്ച് വെച്ച നാരങ്ങ ആവിയേറ്റി വെള്ളമെല്ലാം തുടച്ചെടുത്തതിന് ശേഷം മുറിച്ചെടുക്കണം. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നല്ല രുചിയോടെ ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഒട്ടും കയ്പുണ്ടാവില്ല. ഇതുപോലെ ആവിയിൽ നാരങ്ങ വേവിച്ച് തുടച്ചെടുത്ത് മുറിച്ച് അച്ചാറുണ്ടാക്കിയാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ടേസ്റ്റ്. കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാലാണ് ഈ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും ഇതുവെല്ലാം ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റ് കിട്ടാൻ. ഇനി ഈ അച്ചാർ തണുത്തതിന് ശേഷം വെള്ളമെല്ലാം ഉണങ്ങിയ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളമില്ലാത്ത ഉണങ്ങിയ ഭരണിയിലാക്കി സൂക്ഷിച്ച് വെക്കാം.